ടൈം മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ മെനങ്ങാന്നുമായിട്ട് പെരുമ്പാവൂർ തബ്ലീഗ് ജമാഅത്തിൻ്റെ സമ്മേളനം, അത് നമ്മളെ കേരളത്തിൻ്റെ മൊത്തം ജില്ലകളും ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനമാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് 27 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് വെച്ചൊരു സമ്മേളനം നടന്നിരുന്നു. അതിനുശേഷം 27 വർഷങ്ങൾക്ക് ശേഷം ഈ പെരുമ്പാവൂർ വെച്ച് നടക്കുന്ന ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ സമ്മേളനമാണ്. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അവർ ഈ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല, അതല്ലാതെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികളും കാര്യങ്ങൾ ഇതൊന്ന് അറിയിപ്പിക്കുവാൻ വേണ്ടി, ഇതിൻ്റെ സമ്മേളനം നടന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. അല്ല അവിടെ ഇതുപോലെ വീഡിയോ എടുക്കാനൊന്നും അവിടെ അനുവാദമില്ല, സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരു സൈഡ് മാത്രം ഇതിനെ എടുത്തുകൊണ്ട് നമ്മൾ കാണിക്കുകയാണ്. ഇത് ആ റോഡിൻ്റെ സൈഡാണ്. വണ്ടി ബസ്സുകളൊക്കെ വരുന്നതിനെയൊക്കെ നിർത്തിവെക്കാനും അത് ആൾക്കാരെ ഇറക്കി പറഞ്ഞു വിടുന്നേക്ക സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഒരു മുട്ട പുഴുങ്ങിയതും കട്ടൻ ചായ കയറുന്ന രാത്രി അവിടെ നൽകിയിരുന്നു. അതെല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ ജ്യൂസിൻ്റെ ടൈമാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് പകലായി ജ്യൂസിൻ്റെ ഇതാണ്. അപ്പം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ജനങ്ങൾ കാണുന്നത്. ഇതെല്ലാം കൊണ്ടുവന്നിട്ടിരിക്കുന്ന മറ്റുള്ള സാധനങ്ങളാണ്. ഇവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി ക്യാരറ്റ്, അതുപോലെ ഓറഞ്ച്, പൈനാപ്പിൾ, പിന്നെ ഒരു തണ്ണിമത്തൻ, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട്. പല സൈസിലുള്ള ജ്യൂസുകളുണ്ട്. ഇതെല്ലാം ഓരോരുത്തർ അത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്ത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. എത്ര കൊണ്ടുവന്ന് കുടിക്കാൻ കുപ്പിയിൽ നിറച്ച് കൊണ്ടുപോവുക. കണ്ടമാനം കുടിക്കുന്നതിനൊന്നും ഒരു ഭയവും ഇല്ല. ഇവിടെ അത്രത്തോളം ജനങ്ങളാണ്. 2 ലക്ഷത്തോളം ജനങ്ങളെങ്കിലും കൂടിക്കാണും. 2 ലക്ഷത്തോളം. ഇതൊക്കെ അവിടുത്തെ തിരക്കുകളാണ്. വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കില്ല. ആൾക്കാർ മേടിച്ച് ഇരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇവരൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് കുടിക്കുന്ന രംഗങ്ങളാണ്. എത്ര വേണമെങ്കിലും കുടിക്കാം. എപ്പോഴും ഓരോരുത്തർ പിഴിയുന്ന കലക്കിക്കൊണ്ടിരിക്കുന്നു, കുടിക്കുന്നു. ജനങ്ങൾ കണ്ട അത്രത്തോളം 2 ലക്ഷം ജനങ്ങൾ വരും. 2 ലക്ഷം പുറത്തെങ്കിലും ജനങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരൊറ്റ പോലീസുകാരാവശ്യമായി. പോലീസുകാരാവശ്യമേ ഉള്ളൊരു പിടിക്കുന്ന കാഴ്ചകളാണ്. രണ്ട് ദിവസത്തെ സമ്മേളനമായിരുന്നു. രാത്രിയാണ് സമ്മേളനം കഴിഞ്ഞത്. ഷയറോടുകൂടി സമ്മേളനം കഴിഞ്ഞു. എല്ലാം ജ്യൂസ് കുടിക്കുന്ന ജനങ്ങളാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. ഒരു സമയത്തും ഇവിടെ ഒഴിവ് ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ചും ഭയങ്കരമായ ചൂടാണ്. എല്ലാവരും ഇരുന്ന് കുടിക്കുക, ബിസ്മില്ലി കുടിക്കുക. എല്ലാവർക്കും സാധനമുണ്ട്. എല്ലാവർക്കും ആരും ചെറുത്ത് കിട്ടില്ല. എല്ലാവരും ഇരുന്ന് കുടിക്കുക, ബിസ്മില്ലി കുടിക്കുക. എല്ലാവരും ഇരുന്ന് കുടിക്കുക, ബിസ്മില്ലി കുടിക്കുക.
ആരും തിരക്ക് കൂട്ടുന്ന എല്ലാവർക്കും സാധനം തരുന്നതാണ്. ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് ഇരിക്കാനായിട്ട്. എല്ലാം ഇനി ആ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അവിടെ സ്റ്റേജിൻ്റെ ആ ഭാഗമാണ്, മോട്ടിറങ്ങി പോകുന്ന സ്ഥലങ്ങളാണത്. സ്റ്റേജിൻ്റെ ആ ഭാഗങ്ങളാണ്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയാണ് കെട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ആ ഇനങ്ങളാണ് ആ ഒരു സ്ഥലങ്ങളിലും കാണുന്നത്. ഭയങ്കരമായ സ്റ്റേ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു കൂടുതലായി കാണും. 2 ലക്ഷം പേരോളം കൊള്ളുന്ന സ്ഥലമാണ് നിസ്കരിക്കാൻ വേണ്ടി. പുറത്ത് ഉള്ള സ്ഥലങ്ങളിൽ കാണും. താഴെ പള്ളിയുണ്ട്. ഇതാണ് ഇരിക്കാനുള്ള, ആൾക്കാർക്ക് ഇരിക്കാനും നിസ്കരിക്കാനുമുള്ള സ്ഥലങ്ങൾ. വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ പിടിച്ച് ഇരിക്കുവരും. മൊബൈൽ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ ഉള്ള സ്ഥലങ്ങളാണ് വീഡിയോ ഒന്ന് ചിത്രീകരിക്കാൻ സമ്മതിക്കും. സൈഡിൽ കൂടെ പോയെന്ന് വന്നതാണ്. എല്ലാ സഹോദരങ്ങളും താലീമിന്റെ മജ്‌ലിസിലേക്ക്, അതായത് ജില്ലയിൽ നടക്കുന്ന, ജില്ലയിലെ ബോർഡിന്റെ താഴെ നടക്കുന്ന താലീമിന്റെ മജ്‌ലിസിലേക്ക് കൂടിക്കോളി. സദസ്സിൽ അല്ലാതെ ഒരു സൈഡിൽ കൂടെ ഈ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്ന ആ പന്തലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു. ഇതൊക്കെ പന്തലുകളാണ്. വിശ്രമ സമയമാണ്. അവിടെ സുബഹിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വയ്യാനും കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിനുള്ള സമയം. ആൾക്കാർക്ക് ഒരു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളാണ് കാണിക്കുന്നത്. താഴെ പള്ളിയാണെങ്കിൽ താഴെ സൈഡിലൊക്കെയാണ് ബാത്റൂം, മറ്റുള്ള കാര്യങ്ങളെല്ലാം. ബാത്റൂം കൊടുക്കുന്ന 4 സൈഡിൽ കൊടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഒന്നിന് പോകാനുള്ളതും 4 സൈഡുകളിലും. ബാത്റൂം ഇന്ന് താഴെയാണ്. ഇത് പ്രവേശവും കഴിഞ്ഞ് ഇടത്തെ സൈഡിൽ കൂടെ ഇവിടെ ഒരു ആറുണ്ട്.
കാറ് ക്രോസ് ചെയ്ത് വേണം വലിയൊരാറാണ് അത് പാലം ഇട്ടു. ധാരാളം മജിലിസ് കോട്ടിംഗ് ആണ് ആ വലത്ത് സൈഡിൽ കാണുന്നത് പള്ളിയാണ്. സൈഡിലും ചായയും കടികളും എല്ലാം ഫ്രീ ആണ്. അതുപോലെ ജ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അടുത്തൊക്കെ വലിയ വലിയ ക്യാൻറ്റീൻ, ഒരു ജില്ലയുടെയും ക്യാൻറ്റീനുകളും എല്ലാം അടുത്ത സൈഡിലുണ്ട്. അതൊക്കെ തുച്ഛമായ പൈസ കൊടുത്താൽ ആഹാരം കഴിക്കും. ഊണുണ്ട്, ബിരിയാണിയുണ്ട്, പൊറോട്ട ഇറച്ചിയുണ്ട്, എല്ലാ സാധനങ്ങളും. ഓരോരുത്തരെ ഓരോ ജില്ലയിലുള്ള ക്യാൻറ്റീനുകൾ മോൾ പാർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ചായയും കടി അതിൻ്റെതായ എല്ലാ ജില്ലകളിലെ ചായയും കടിയെല്ലാം എല്ലാം ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതൊരു പള്ളിയാണ് താഴേക്ക് വരുന്നത്. മൊബൈൽ എടുത്തായിരുന്നു അവൻ്റെ ഒന്നിപ്പോൾ പിടിച്ച് വാരിച്ച് അവിടെ ഒരു നോട്ടക്കാർ അവിടെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഭാരവാഹികൾ എന്നാൽ ചെറുക്കെ കൊണ്ടുപോയി വീട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. ഈ ഒന്നും എടുക്കാൻ സമ്മതിക്കും. പെരുമ്പാവൂരാണ് സ്ഥലം. പെരുമ്പാവൂർ 27 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ജില്ലകളിൽ ഇതുപോലൊരു സമ്മേളനം, തബ്ലീഗ് സമ്മേളനം ഉണ്ടായിരുന്നു, ജമാഅത്ത് സമ്മേളനം. അതിനുശേഷം പിന്നെ എല്ലാ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ഒരേ ജില്ലകളിലാണ് ഈ സമ്മേളനം നടക്കാറുള്ളത്. ഇപ്പോൾ ഈ 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു സമ്മേളനം കേരളത്തിൻ്റെ മൊത്തവും ആയിട്ട് ഒരു 2 ലക്ഷം പേര് പറയാറുണ്ട്. അങ്ങനെയുള്ള സമ്മേളനമാണ് നിലയിൽ മെനഞ്ഞാന്നുമായിട്ട് 22, 23 തീയതികളിൽ ഞായറാഴ്ച, ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ട് ഇവിടെ നടന്ന സമ്മേളനം സമാധാനപരമായിരുന്നു. ഒക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് എടുക്കാനുണ്ട്, പക്ഷെ അവർ വീഡിയോ എടുക്കാൻ നമ്മളെ അനുവദിക്കും. വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നമുക്ക് ഇടാൻ കഴിയുമാണ്. അവിടത്തേക്ക് കാര്യങ്ങളാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. മീഡിയ.